സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ വിശദമായിട്ട് സൂചിപ്പിച്ചിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു KPSC ലളിതയ്ക്ക് അടൂർ ബാസിയിൽ നിന്ന് ഏറെ തിക്താനുഭവങ്ങൾ ഉണ്ടായി എന്നും അവരെ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ലൈംഗികമായ ദുർദ്ദേശത്തോടെ സമീപിക്കുകയും നിന്നെ ഞാൻ ഒരു രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കും എന്ന് പറയുകയും എല്ലാ സിനിമയിലും നിനക്ക് ഞാൻ അവസരങ്ങൾ, ഞാൻ അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും നിനക്ക് ഞാൻ അവസരം വാങ്ങിത്തരും എന്നൊക്കെ ഓഫർ ചെയ്യുകയും പക്ഷേ അദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാതിരുന്നതിന്റെ പേരിൽ അവരെ ദ്രോഹിച്ചതിനെ കുറിച്ചൊക്കെ പരാമർശിച്ചിരുന്നു. കുറെ പേര് നീ വെറുതെ വായി തോന്നുന്ന വിളിച്ചു പറയുകയാണെന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു. ഇതൊക്കെയാണ് ഉണ്ടായത്. കാരണം നീ വായി തോന്നുന്നതാണ്, നിനക്ക് കഞ്ചാവ് അടിച്ച് പറയുന്നതാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് ഞാൻ അതിലേക്കൊന്ന് ഒരു എന്താ പറയുക ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. KPSC ലളിത അവര് എഴുതിയ ആത്മകഥ, അത് മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. ആത്മകഥയുടെ പേര് കഥ തുടരും എന്നാണ്. ആ കഥയിൽ അറിയപ്പെടാത്ത അടൂർ ബാസി എന്ന ഒരു ഭാഗം തന്നെയുണ്ട് അടൂർ ബാസിയെക്കുറിച്ച്. അതിൽ KPSC ലളിത വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതെഴുതുമ്പോൾ ഞാനത് അതേപോലെ ടെക്സ്റ്റ് വായിച്ച് കേൾപ്പിക്കുകയാണ്. കഥയിൽ പറയുന്നത്, ഇതെഴുതുമ്പോൾ ഞാൻ ദുഃഖിക്കുന്നു, പക്ഷെ എഴുതാതെ വയ്യ. ചില അപ്രിയ സത്യങ്ങൾ ചിലപ്പോഴൊക്കെ നമുക്ക് പറയേണ്ടി വരും. വായനക്കാരും മരിച്ചു മണ്ണടിഞ്ഞ കലാകാരന്മാരും എനിക്ക് മാപ്പ് നൽകട്ടെ. എനിക്ക് സിനിമയിൽ ആരെപ്പറ്റിയെങ്കിലും നല്ലതല്ലാത്ത ഒരഭിപ്രായമുള്ളത് അടൂർ ബാസിയെക്കുറിച്ച് മാത്രമാണ്. മരിച്ചുപോയി, പറയാൻ പാടില്ലാത്തതാണ്, എന്നാൽ പോലും പറയാതെ വയ്യ. അടൂർ ബാസിയുടെ എന്നോടുള്ള പെരുമാറ്റം അതേ രീതിയിലായിരുന്നു. ഒരുമാതിരിയൊക്കെ സംസാരിക്കും. നാടകരംഗത്തായാലും സിനിമാ രംഗത്തായാലും എന്നോട് ഒരാളും അങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം ഒരിടത്തും ആരോടും അവസരം ചോദിച്ച് പോവേണ്ടി വന്നിട്ടില്ല. അങ്ങനെ പോകേണ്ട ഗതികളുണ്ടായിട്ടില്ല. അവരെ തേടി അവരുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്ന അത്രയും സ്വാഭാവികമായി അഭിനയിക്കുന്ന ഒരാളാണ്. മോഹൻലാലിനെ പോലെ, ഉർവശിയെ പോലെ, മഞ്ജു വാര്യരെ പോലെ ഒക്കെ അഭിനയിക്കുന്ന ഒരാളാണ്. തിലകനെ പോലെയൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് KPSC ലളിത. അതേസമയം ഷീലയോ അല്ലെങ്കിൽ ജയഭാരതിയോ ഒന്നും ആ റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ശ്രീവിദ്യ പോലും. ശ്രീവിദ്യയായിട്ട് ഒരു നല്ല സൗഹൃദമായിരുന്നു. ശ്രീവിദ്യയായിരുന്നു ഭരതന് ആദ്യം പ്രണയം തോന്നിയിരുന്നത്. പക്ഷെ ശ്രീവിദ്യ ആ സമയത്ത് കമലഹാസനുമായിട്ട് ഒരു ബന്ധത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജോർജിനെ കല്യാണം കഴിക്കുന്നു. പിന്നീട് അവർ ജീവിതം ട്രാജഡി ആയിട്ട് പോയതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒക്കെ ഒരിക്കലും ഇങ്ങനൊരു അനുഭവവും ഉണ്ടായിട്ടില്ല. എക്കാലത്തും സിനിമ എനിക്ക് ആവശ്യത്തിലേറെ ഉണ്ടായിരുന്നു. എന്നും അവസരങ്ങൾ എന്നെ തേടിയെത്തിയിട്ടുണ്ട്. അടൂർ ബാസിയോടൊത്ത് ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിലേറെ പടത്തിൽ നിന്നും അയാൾ എന്നെ ഒഴിവാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചിട്ടുമുണ്ട്. വേഷം ഒഴിവാക്കാൻ തീരെ പറ്റാത്തിടത്ത് എന്റെ വേഷം ചെറുതാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. വളരെ ഒരു പ്രാധാന്യമില്ലാത്ത കഥാപാത്രങ്ങളിലേക്ക് ഒതുക്കിയിടാനുള്ളത്. അതുകൊണ്ടാണ് സുപ്രിയ എന്ന് പറഞ്ഞ നിർമ്മാണ ഹൗസാണ് ഒരു പടത്തിന് പോയപ്പോൾ എനിക്ക് പറഞ്ഞ വേഷം കിട്ടാതിരുന്നത്. അവിടെ ചെന്നപ്പോൾ വേഷം മാറിയിരിക്കുന്നു. അതല്ല, ഇതാണ് വേഷമെന്ന് പറഞ്ഞു. ചിത്രത്തിൽ ഭാരതിയുടെ കൂട്ടുകാരിയായി, അതായത് ജയഭാരതിയുടെ കൂട്ടുകാരിയായി ചെറുതായി ഞാൻ സ്ക്രീനിൽ വന്നു. എന്നെ ഉപദ്രവിക്കാൻ വഴികൾ തേടി നടക്കുകയായിരുന്നു അടൂർ ബാസി. അപ്പോഴൊക്കെ എന്നെ സഹായിച്ചത് ബഹദൂർക്കയാണ്. അതൊരു നല്ല മനുഷ്യനായിരുന്നു. നമ്മൾ ഇപ്പോഴുള്ള ഇന്ദ്രൻസിനെയൊക്കെ പോലെ തന്നെ. അതായത് അടൂർ ബാസി ഈ നല്ല എന്താ പറയാ ഹാസ്യ നടൻ എന്ന രീതിയിൽ നല്ല രീതിയിൽ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതിന്റെ ജീവിതത്തിൽ വല്ലാത്ത ക്രൂരനായിരുന്നു നടത്തും. ഭാരതി താമസിക്കുന്നത് അശോക നഗറിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബഹദൂർക്കയും താമസിക്കുന്നത്, ചെന്നൈയിൽ കേട്ടോ. എന്നാൽ എല്ലാവരും കോടമ്പാക്കം കേന്ദ്രീകരിച്ചാണല്ലോ സിനിമ നടക്കുന്നത്. ഇപ്പോഴല്ലേ കൊച്ചി ആയത് മോളിവുഡ്. ഞാനതിന് അല്പം ദൂരെ മാറി സ്വാമിയാർ മഠത്തിൽ താമസം. അനിയൻ ബാബുവും ഉണ്ട് കൂടെ. അവന് ചെങ്കൽപ്പേട്ടിലാണ് ജോലി. രാവിലെ പോകും, വൈകുന്നേരം വരും. ഇടയ്ക്ക് എന്റെ അമ്മ വന്ന് കൂടെ നിൽക്കും. മരിച്ചുപോയ എന്റെ അനിയത്തി ഇന്ദിര ഇടയ്ക്ക് കൂട്ടറുണ്ടാവും. തോപ്പിൽ വാസി ചേട്ടൻ എന്റെ ഒരു ഇരുമ്പ് കവചം മാതിരിയായിരുന്നു. തോപ്പിൽ വാസി അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു സഹോദരന്റെ മനോഭാവത്തോടുകൂടി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പലരും അത് പറയാറുണ്ട്. MO ജോസഫ് സാർ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നത്. അടൂർ ബാസി മാത്രം എന്നോട് അതിര് വിട്ട് പെരുമാറി. ഒരു ദിവസം രാത്രി 8:30 അടൂർ ബാസി വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് രാത്രി വൈകിട്ടും പോകാനുള്ള ഭാവമില്ല. അവിടെ തന്നെ ചടഞ്ഞിരിപ്പാണ്. നല്ലവണ്ണം മദ്യപിച്ചിട്ടുണ്ട്. മദ്യപാനം തുടരുകയാണ്. അന്ന് മൊബൈൽ ഫോണൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഷൂട്ട് ചെയ്ത് വെക്കാം, അതൊന്നുമില്ലല്ലോ. തുണിയൊക്കെ ഉരിഞ്ഞു പോകുന്നുണ്ട്. അതൊന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്നിട്ട് പറയുകയാണ്, ലളിതാമ്മയെ ഞാൻ ഇങ്ങനെ കൊണ്ടു നടക്കും. എന്റെ കാറ് ലളിതാമ്മയ്ക്ക് തരും. ഓഫറാ. എനിക്കൊന്ന് കാറൊന്നുമില്ല. എന്തെങ്കിലും ഉള്ളിൽ ചെന്നാൽ ലളിതാമ്മയാവും. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലളിതാമ്മ എന്നാ വിളിക്കുക. സ്നേഹം കൂടും, വാത്സല്യം കൂടും. ഓരോന്നിങ്ങനെ വിടുഭായത്തരം പറഞ്ഞ് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിലായി ഞാൻ. അന്ന് ബാബു അവിടെ ഉണ്ടായിരുന്നില്ല. അത് ജോലിക്ക് പോകാറുണ്ടായിരുന്ന അനിയൻ കൂടെ നിൽക്കാറുണ്ടായിരുന്ന അനിയൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ഏറ്റവും ഇളയ അനിയൻ രാജനായിരുന്നു കൂടെ. അവൻ വെറും കുട്ടി. സതി എന്നു പേരായ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുമുണ്ട്. കായംകുളത്തുകാരിയാണ്. എന്റെ വീടിന്റെ അടുത്ത് നിന്നുള്ള ഒരു പെൺകുട്ടി. ഞങ്ങൾ 3 പേരും മുറ്റത്തിറങ്ങി നിന്ന്. കാരണം ഇയാളുടെ കോപ്രായങ്ങളും ഇത് ഒരുതരം
പിന്നെ ആൽക്കോളിക് ഡിസോർഡറിന്റെ ഭാഗമായിട്ടുള്ള കാട്ടിക്കൂട്ടലുകളും ഒക്കെ കൂടി കണ്ടപ്പോൾ അവർക്ക് പേടിയായിട്ട്. അടൂർ ബാസിയുടെ ഡ്രൈവറുടെ പേര് കൃഷ്ണൻ. അയാൾ അവിടെ പുറത്തിരിപ്പുണ്ട്. എന്ത് പറയാനാ? ഞങ്ങൾ നേരം വെളുക്കാറാവുന്നത് വരെ മുറ്റത്ത് തന്നെ നിന്നു. അകത്തേക്ക് കയറാൻ പറ്റില്ലല്ലോ. അന്ന് മാധവിക്കുട്ടി എന്ന പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ്. എനിക്ക് രാവിലെ ഷൂട്ടിന് പോകാനുള്ളതാണ്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയിട്ടേയില്ല. ഇങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങേരെ അനുസരിച്ച് കീഴടങ്ങിയാൽ അങ്ങേരെ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും എനിക്ക് തരും. അന്ന് അടൂർ ബാസി എന്ന് പറഞ്ഞ അവസാന വാക്കാ. നായകനേക്കാൾ പ്രാധാന്യം അടൂർ ബാസിയുടെ ഡേറ്റിന് വേണ്ടി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അടൂർ ബാസി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധായകനും പിന്നെ ലളിതയെ കാസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ കാസ്റ്റ് ചെയ്യും. അതാണ് സ്ഥിതി. ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ അയാൾക്കുള്ള ആധിപത്യം വെച്ചിട്ട് ഇവിടെ പേട്ടനും കീട്ടനും ഒക്കെ കളിക്കുന്ന അതേ കളി തന്നെ. ഇപ്പൊ ഇന്നലെ പിന്നെ തിലകന്റെ വീഡിയോയിലേയും കാണിച്ച പോലെ തിലകന്റെ ആണ് കൂടെ അഭിനയിക്കുന്നത് പറഞ്ഞാൽ മമ്മൂട്ടി എനിക്ക് ഡേറ്റില്ല എന്ന് പറയുന്നത് പോലെയുള്ള തരികിട പരിപാടികൾ അക്കാലത്തും മലയാള സിനിമയിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇന്നത്തെ പോലെ മീട്ടുമെന്നും പറയാനോ അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്ത് സിനിമയ്ക്ക് വരുന്നവരാ. പലരും പുറത്ത് പറയാതെ ഒതുക്കി വെച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. പലരും വഴങ്ങി കൊടുക്കാൻ നിർബന്ധിതരായിട്ടുണ്ട്. പലരെയും അന്നൊക്കെ ഫോണുമില്ല, ഒന്നുമില്ല, ഇവരെ പിന്നെ ബലമായി കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ അങ്ങേരെ അനുസരിച്ച് കീഴടങ്ങിയാൽ അങ്ങേരെ അഭിനയിക്കുന്ന എല്ലാ പടങ്ങളും എനിക്ക് തരും. വേറെ ആരെയും എടുക്കാൻ സമ്മതിക്കില്ല. എല്ലാം എനിക്ക് തന്നെ. പിന്നെ അയാൾക്ക് അവിടെ വീടുണ്ട്. എനിക്കിങ്ങനെ വാടക വീട്ടിലൊന്നും താമസിക്കേണ്ട. അവിടെ താമസിക്കാൻ ലിവിംഗ് ടുഗദർ. യാത്ര ചെയ്യാൻ കാറും ഉണ്ടാവും. കല്യാണം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ കല്യാണം? കല്യാണം ഒന്നും വേണ്ട. നമുക്ക് അങ്ങനെ സുഖമായി കഴിയാം. മനസ്സിലായില്ലേ? എൻജോയ് ചെയ്ത് ഇത് മാത്രം, സെക്സ് മാത്രം മതിയെന്ന്. എന്തൊക്കെ സൗകര്യങ്ങളാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്? ഞാൻ നിന്നെ എങ്ങനെയൊക്കെ കൊണ്ടു നടക്കുമെന്നോ? വലിയ ഓഫറാ. രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കുന്നത്. നേരം 4 മണിയായപ്പോൾ അത് അതിന്റെ രത്ന ചുരുക്കം. പിന്നെ വീണ്ടും തിരിച്ച് സംഭവത്തിലേക്ക് പോവുക. നേരം 4 മണിയായപ്പോൾ ഞാനും രാജനും കൂടി നടന്ന് ബഹദൂർക്കയുടെ വീട്ടിലെത്തി. കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു ഞാൻ. ഇങ്ങനെ പോകണ്ടേ? തുണിയൊന്നുമില്ലാതെ കിടക്കുകയല്ലേ? അയാളൊന്ന് കൊടികുത്തി വാഴുന്ന സമയമാണ്. സിനിമയിലുള്ളവർ അയാൾ പറയുന്നതിലെ ന്യായം കാണുകയുള്ളൂ. അയാളുടേത് വേദവാക്യം. ഞാൻ ചെന്ന് ബഹദൂർക്കയെ വിളിച്ചു. ജമീല, അദ്ദേഹത്തിന്റെ ഭാര്യ, ഉണർന്നെണീറ്റ് കഥക് തുറന്ന് പുറത്തു വന്നു. പിന്നാലെ ബഹദൂർക്കയും. സമയം അപ്പോൾ 5 മണിയായി. രാത്രി അവിടം വരെ വന്നെത്താൻ ഞങ്ങൾ 1 മണിക്കൂർ എടുത്തു. നടന്നല്ലേ പോണേ? ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യം പറഞ്ഞത്. ബഹദൂർക്കയുടെ മുഖത്ത് കാരുണ്യം നിറഞ്ഞു. മോളെ, നീ കരയണ്ട. നിനക്ക് എന്തു സഹായത്തിന് ഞാനില്ലേ? നീ പേടിക്കാതിരിക്കെ, ഞാൻ വരാം. ബഹദൂർക്കയുടെ കാറ് ഫിയറ്റാണ്. ബഹദൂർക്ക കാറെടുത്ത് ഞങ്ങളെയും കയറ്റി സാമിയാർ മഠത്തിലെ എന്റെ വീട്ടിലേക്ക് വന്നു. അയാളെ റൂമിനകത്ത് നിന്ന് വലിച്ചിഴച്ച് പുറത്തു കൊണ്ടുവന്നു. അയാൾ റൂമിലാകെ ഛർദ്ദിച്ച് നാട്ടിച്ച് ഇട്ടിരിക്കുകയാണ്. എനിക്കിപ്പോഴും അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. വെറുക്കാതിരിക്കാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് ആ മനുഷ്യനെ വെറുക്കാതിരിക്കാൻ പറ്റില്ല. അന്ന് തോപ്പിൽ ബാസിച്ചേട്ടൻ മദ്രാശിയിലില്ല. ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പോകുന്നത് ബാസിച്ചേട്ടന്റെ അടുത്തായിരുന്നേനെ. ബാസിച്ചേട്ടൻ നാട്ടിലാണ്. വർക്കില്ലാത്തപ്പോൾ നാട്ടിലേക്ക് പോകും. ഇമ്പീരിയൽ ഹോട്ടലിലാണ് ബാസിച്ചേട്ടൻ താമസിക്കുന്നത്. മാധവിക്കുട്ടിയുടെ തിരക്കഥയും സംവിധാനവും, മാധവിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയുടെ പേര്, തിരക്കഥയും സംവിധാനവും ബാസിച്ചേട്ടനാണെങ്കിലും സ്ഥലത്തില്ല. മാസത്തിൽ 26 ദിവസവും മദ്രാശിയിലുണ്ടാവുന്ന ആളാണ് ആ സമയത്തില്ലാതെ പോയത്. ബഹദൂർക്ക ഡ്രൈവർ കൃഷ്ണനെ ഒരുപാട് വഴക്ക് പറഞ്ഞു. നിനക്ക് പറയാൻ മേലായിരുന്നോ ഇതൊന്നും പറ്റില്ലെന്ന്? ഇത് അടൂർ ബാസിയുടെ ഡ്രൈവർ കൃഷ്ണനെ ബഹദൂർ വഴക്ക് പറഞ്ഞു. ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞുകൂടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട്. സാറേ, ഞാൻ എന്ത് പറയാനാ? എനിക്ക് വല്ലതും പറയാൻ പറ്റുമോ? ഞാനൊരു ഡ്രൈവർ മാത്രമല്ലേ? എനിക്കൊന്നും പറയാനൊക്കത്തില്ല. എതിർക്കാൻ പറ്റുമോ? കാരണം പിറ്റേന്ന് പണി ഉണ്ടാവില്ല. കൃഷ്ണൻ ഇതൊക്കെ പറഞ്ഞ് തലതാഴ്ത്തി തന്നു. പിന്നെ രണ്ടാളും കൂടി ആ ശരീരം എടുത്തു പൊക്കി വണ്ടിയിൽ കയറ്റി. ഒട്ടും ബോധമില്ല, ഒരു ബോഡി, അത്ര തന്നെ. അതിനുശേഷം എന്നെ എന്തെല്ലാം തരത്തിൽ ദ്രോഹിക്കാമോ അതൊക്കെ ചെയ്തു. എനിക്ക് വരുന്ന പടങ്ങളൊക്കെ കട്ട് ചെയ്യും. നിർമ്മാതാക്കളോട് എന്നെ വേണ്ടെന്ന് പറയും. കൊടൈക്കനാലിൽ ഷൂട്ടിന് പോയപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാൻ ചെയ്യേണ്ട വേഷം ഇയാൾ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് സംവിധായകന് മാറ്റേണ്ടി വന്നു. ആ വേഷം ജമീല മാലിക്കാണ് ചെയ്തത്. സുപ്രിയയുടെ പടമാണ്. അതിൽ വിദ്യാമയൊക്കെ ഉണ്ട്. നമ്മുടെ ശ്രീവിദ്യ, ഭാരതിയുമുണ്ട്, ജയഭാരതി. അവർ ചേട്ടത്തി അനിയത്തിമാരായി അഭിനയിക്കുന്നു. ഞാൻ അവരുടെ അയൽക്കാരിയായി അഭിനയിക്കുന്നു. അതിൽ 1-2 നല്ല പാട്ടുകളൊക്കെ ഉണ്ട് ആ വേഷത്തിന്. ഇയാൾ അവിടെയാണ് ജമീല മാലിക്കിനെ കൊണ്ടുവന്നിട്ടത്. ഇവർക്കുണ്ടാവേണ്ട പിന്നെ സോങ് സീൻസിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഥാപാത്രത്തിൽ ജമീല മാലിക്കിനെ കൊണ്ടുവന്നു. എന്നെ ഒരു ചെറിയ വേഷത്തിൽ ഒതുക്കി. പക്ഷേ ആ പടത്തിൽ ജമീല മാലിക്കിന് വേണ്ടി ഡബ് ചെയ്തത് ഞാനാണ്, ഹരൻ സാർ പറഞ്ഞിട്ട്. പിന്നെ ഇങ്ങേര് മനഃപൂർവ്വം എന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ഹരിഹരനായിരുന്നു എന്റെ ഡയറക്ടർന്ന്. പിറ്റേ ദിവസം ഞാൻ ഷൂട്ടിന് ചെന്നപ്പോൾ എന്റെ മുഖം ഇത്രയുണ്ടത് വീർത്തിരിക്കുകയാണെന്ന്. ഉറക്കമില്ലാതെ കരഞ്ഞ് വീങ്ങിയിട്ട് ഞാൻ കാര്യങ്ങൾ ഭാരതിയോട് പറഞ്ഞു, ഹരിപ്പോത്തനോട് പറഞ്ഞു, ഹരൻ സാറിനോട് പറഞ്ഞു, എല്ലാവരും അറിഞ്ഞു. സുജാത എന്ന പേരിൽ KTC ആദ്യമെടുത്ത പടമാണത്. അയാളുടെ ദ്രോഹം അതിന്റെ പാരമ്യതയിൽ എത്തിയത് അതിലാണ്. അവരുടെ ആദ്യ പടത്തിന് എനിക്ക് അവർ 3000 രൂപ അഡ്വാൻസ് തന്നിരുന്നു. ഞാനും ബാസിയും ജോഡി. ഞാൻ മറുത്തൊന്നും പറയാൻ പോയില്ല. ഷൂട്ടിനെത്തി 10 ദിവസവും ഞാൻ അവിടെ വെറുതെ ഇരുന്നു. അവിടെ ഷൂട്ടിംഗ് നടക്കുന്ന കാര്യം ഞാൻ അറിയുന്നേയില്ല. അയാൾ എന്നെ പറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മുറിയിൽ വെറുതെ ഇരുത്തിയതാണ്. ആ വേഷം ചെയ്തത് മല്ലികയാണ്. മല്ലിക ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മല്ലികയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ, ഇത് നമ്മുടെ മല്ലിക സുകുമാരൻ, പൃഥ്വിരാജിന്റെ അമ്മ,
മല്ലികയൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ അവിടെ വന്ന് താമസിക്കുന്നവരല്ലേ, പകരക്കാരിയായാണ് അവരെ വിളിച്ചതെന്നും അവരും അറിയുന്നില്ല. അവരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇതേപോലെ പിന്നെ KPSC ലളിതയ്ക്ക് അഡ്വാൻസ് കൊടുത്താണ് ലളിത അഭിനയിക്കേണ്ടിയിരുന്നാണെന്നും മല്ലിക സുകുമാരൻ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അവർ പോയില്ല എന്നൊക്കെ വരും, എന്തെങ്കിലും പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറും. പിന്നെ എല്ലാ പടങ്ങളിലും അയാൾ എന്നെ ഒഴിവാക്കാൻ പെടാപ്പാട് വിട്ടു. പറ്റിയില്ലെങ്കിൽ സീനിലിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നെ അവഹേളിക്കാനും എന്റെ മനസ്സാന്നിധ്യം നഷ്ടപ്പെടുത്താനും എന്ത് വേണമെങ്കിലും ചെയ്യും. കോൺസെൻട്രേഷൻ കളയുക, ഇൻസൾട്ട് ചെയ്യുക എന്നുള്ളത്. അക്കാലങ്ങളിൽ ഓരോ ലൊക്കേഷനിലും ഞാൻ എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നോ, ഓരോ ഷോട്ടിലും അതിൽ വേണ്ടാത്തതൊക്കെ അയാൾ കാണിക്കും, എല്ലാം എന്നെ ദ്രോഹിക്കാൻ. ഡയറക്ടർ എന്ത് പറയാനാണ്, അയാൾ വാഴുന്ന കാലമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ പേട്ടനൊക്കെ ഒരു കാലത്ത് ആ പോക്ക് അന്ന് ഈ അബദ്ധത്തിൽ പോയി പെട്ടോണ്ടാ നടിയെ പിടിപ്പിക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തോണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പേട്ടനൊക്കെ മലയാള സിനിമയിൽ അടക്കി പിരിക്കില്ലായിരുന്നോ? നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്ത്, പിന്നെ തിയേറ്റർ ഉടമകളുടെ സംഘടനയുടെ തലപ്പത്ത്, പിന്നെ അടിയറ പ്രവർത്തകരുടെ സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നു. ഏതെല്ലാം ഡിസ്ട്രിബ്യൂഷന്റെ, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പിന്നെ സംഘടനയുടെ തലപ്പത്ത് എല്ലാത്തിനും വിഴുങ്ങുകയായിരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവരെ ഓരോരുത്തരെ പൃഥ്വിരാജിനെ കൂക്കാൻ ആളെ വിടുക, ബാക്കിയുള്ളവരെ പിന്നെ ഒതുക്കുക, ലോബിയിങ് നടത്തുക ഒക്കെ നടത്തിയിരുന്നു. പിന്നെയാണ് അടിമക്കച്ചവടം. അത് സിനിമയുടെ പേരാട്ടോ. അതിന്റെ സംവിധാനം ഹരൻ സാറാണ്. ഞാനതിലുണ്ട്. ആദ്യം പറഞ്ഞിരുന്നത് ഞാനും ബാസിയുമാണ് ജോഡിയെന്നാണ്. ഒരു ചായക്കട നടത്തുന്ന ഭാര്യയും ഭർത്താവും. വയനാട്ടിലെ മലയോര കർഷകരുടെ കഥയൊക്കെയാണ്. അന്ന് വിജയ സ്റ്റുഡിയോയിൽ എന്റെ വേറൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ്. കലക്ടർ മാലതി. ഷീലയാണ് നായിക. ഷീലയുടെ അമ്മയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. AB രാജ് സാറാണ് സംവിധായകൻ എന്നാണ് എന്റെ ഓർമ്മ. അടിമക്കച്ചവടത്തിന്റെ നിർമ്മാതാവ് ചന്തമണി ബാലൻ. അടിമക്കച്ചവടത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒരു ഗംഗാധരനാണ്. അടിമക്കച്ചവടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും 2 ദിവസം കഴിഞ്ഞിട്ടേ എനിക്ക് പോവേണ്ടതുള്ളൂ. കാരണം ഇവരിവിടെ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകേണ്ടതുള്ളൂ. കലക്ടർ മാലതിയുടെ ഷൂട്ട് നടക്കുമ്പോൾ ഗംഗാധരൻ വിജയ സ്റ്റുഡിയോയിൽ ഓടി വന്നു. നേരെ ഡയറക്ടറെ കണ്ടു പറഞ്ഞു, അത്യാവശ്യമായി ലളിതയെ പിറ്റേന്ന് ഒന്ന് വിട്ടണം, തിരിച്ചു കൊണ്ടുവന്നാക്കാം, വളരെ അത്യാവശ്യമാണ്. സംവിധായകൻ പറഞ്ഞു, ശരി, ഉച്ചവരെയല്ലേ ഉള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാണ് ഗംഗാധരൻ എന്നോട് പറയുന്നത്, നാളെ രാവിലെ സത്യ സ്റ്റുഡിയോയിലാണ് ഷൂട്ടെന്ന്, ഇനി 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞ് പോരെയെന്ന്. ഞാൻ ഇല്ല, അത്യാവശ്യമായി അർജന്റായി ഒരു സീൻ എടുക്കണമെന്ന് ഗംഗാധരൻ. സസ്പെൻസ് കേട്ടോ അത്. അതെടുക്കാതെ പറ്റില്ല. എന്താണാവോ ഇത്ര അത്യാവശ്യം? എനിക്ക് മനസ്സിലായില്ല. ഷൂട്ട് ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതിനിടയിൽ എന്താണാവോ ഈ തിരക്ക്? ഏതായാലും നാളെ രാവിലെ അങ്ങോട്ട് പോകാതെ പറ്റില്ല. ശരി, പറഞ്ഞതുപോലെ കേൾക്കുക തന്നെ. പിറ്റേന്ന് രാവിലെ ഞാൻ സത്യ സ്റ്റുഡിയോയിലെത്തി. അവിടെ ചെന്നപ്പോൾ എല്ലാവരും കൂടെ എന്നെ ഇട്ട് വാരാൻ തുടങ്ങി. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ മാറ്റാനുള്ള കഴിവൊക്കെ ആയില്ലേ? അങ്ങനെ പിന്നെ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെ പറയാം, ആരെ മാറ്റി എന്നൊന്നും ഞാൻ അറിയുന്നേയില്ല. നോക്കുമ്പോഴുണ്ട് എന്റെ ഭർത്താവിന്റെ വേഷം കെട്ടി ബഹദൂർക്ക നിൽക്കുന്നു. എന്നെ കണ്ടപ്പോൾ ഹരൻ സാറും പറഞ്ഞു, ഇത്രയൊക്കെ ആയി അല്ലേ, ഒരു ആർട്ടിസ്റ്റിനെ മാറ്റാനൊക്കെ മാത്രമൊക്കെ വളർന്നു ഇല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. കാര്യം ഇങ്ങനെയാണ്. അടൂർ ബാസി ചോദിച്ചു നടക്കുന്നുണ്ടായിരുന്നു, ആരാണ് അയാളുടെ ജോഡി, ആരാണ് എന്നൊക്കെ. ആരാണെന്ന് അയാളോട് അണിയറ പ്രവർത്തകരാരും പറഞ്ഞതേയില്ല. ബാലേട്ടനും പറഞ്ഞില്ല, ഹരൻ സാറും പറഞ്ഞില്ല. അതിന്റെ തലേന്ന്, ഈ സംഭവം ഗംഗാധരൻ വന്നന്ന് തലേന്ന് സത്യ സ്റ്റുഡിയോയിൽ ബാസിക്ക് മറ്റൊരു സിനിമയുടെ ഷൂട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അവിടെ അടിമക്കച്ചവടത്തിന്റെ സെറ്റ് ഇടുന്നത് കണ്ടത്. ചായക്കടയുടെ സെറ്റാണ്. ഉടനെ ചോദിച്ചു, ആരാണ് ജോഡിയെന്ന്. ലളിതയാണെന്ന് പ്രൊഡക്ഷനിലെ ആരോ പറഞ്ഞു. അവർക്കറിയില്ലത് മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ളത്. ജൂനിയർ ടെക്നീഷ്യന്മാർ വല്ലിരിക്കും. അവരാണെങ്കിൽ എനിക്ക് മൂഡ് ശരിയാവത്തില്ല. ആ ആർട്ടിസ്റ്റിനെ മാറ്റണം, ഇല്ലെങ്കിൽ ഞാനുണ്ടാവില്ല. അവരെ മാറ്റിയാലേ ഞാൻ വർക്കിന് വരത്തുള്ളൂ എന്നായി ഇദ്ദേഹത്തിന്റെ നിലപാട്. അടൂർ ബാസി പറഞ്ഞു, അവരാണെങ്കിൽ ഞാനില്ലാന്ന്. പിറ്റേന്ന് ഷൂട്ട് തുടങ്ങണ്ടേ ഇപ്പം. ശരിയെന്ന് പറഞ്ഞ് ഇവർ അയാളെ പറഞ്ഞു വിട്ടു. ഉടനെ അവർ ഒരു തീരുമാനമെടുത്തു, അങ്ങനെ വേണ്ട, ലളിതയെ മാറ്റി നമുക്ക് പടം ചെയ്യേണ്ട. രാത്രിക്ക് രാത്രി അവർ ബഹദൂർക്കെ കാണുന്നു. രാത്രി തന്നെ ബഹദൂർക്കയ്ക്ക് ധരിക്കേണ്ട വിഗ് ഉണ്ടാക്കുന്നു. ഇതൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അതായത് അടൂർ ബാസി അത്രയും കാലം അങ്ങനെ നിന്നു. ഇത് കുറെ കാലമാകുമ്പോൾ ആൾക്കാർക്ക് സൈ ഇടുമ്പോണ്ടാവും ഇല്ലരുത്. അപ്പോൾ പിന്നെ അന്നാനെ അയാൾ പറയുന്നത് കേൾക്കാൻ നിൽക്കേണ്ട, അയാൾ അല്ലാതെ വേറെ ആരെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള ഒരു നിലപാടിലേക്ക്, ധീരമായ നിലപാടിലേക്ക് സംവിധായകനും നിർമ്മാതാവും ബാക്കിയുള്ള ആൾക്കാരും ഒക്കെ എത്തുന്നതാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും ആവേശമായി. എന്നാൽ പിന്നെ ആ മനുഷ്യനെ അങ്ങനെ വിടുന്നത് ശരിയാണോ? ഞാൻ പറഞ്ഞു, ഞാനൊരു പെറ്റീഷൻ എഴുതി തരാം. മദ്രാശിയിൽ ചലച്ചിത്ര പരിഷത്ത് എന്ന സംഘടനയുണ്ടല്ലോ, അന്നേ അവിടെ ഉണ്ട് കേട്ടോ കൂട്ടായ്മ. അങ്ങനെ ഒരു അപേക്ഷ എഴുതി കൊടുത്താൽ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമോ എന്നായി എന്റെ ചോദ്യം. അതിനെന്താ, നമുക്ക് പടത്തിന്റെ കാര്യം തന്നെ എഴുതിക്കോ, നമ്മുടെ പടത്തിന്റെ കാര്യം തന്നെ എഴുതിക്കോ. ഹരിഹരന്റെ പടത്തിൽ നിന്ന് തന്നെ വ്യക്തമായി പറഞ്ഞോളൂ. ഹരിഹരൻ അറിയാലോ നമുക്ക്, മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഹരിഹരൻ സാർ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കപ്പെടുന്ന അപൂർവം ഡയറക്ടർമാരിൽ ഒരാളാണ്. മലയാള സിനിമയിലെ എല്ലാവരെയും അദ്ദേഹത്തെ ഹരിഹരൻ സാർ എന്നാണ് വിളിക്കുക.
അതിന്റെ പിറ്റേന്ന് തോപ്പിൽ മാസിച്ചേട്ടൻ വന്നു. ഞാൻ സംഭവമൊക്കെ പറഞ്ഞു. പെറ്റീഷൻ എഴുതി 3 കൊടുത്തു. ഉമ്മക്കയാണ് പരിഷത്തിന്റെ പ്രസിഡന്റ്, ആരാണെന്ന് എനിക്ക് അറിയില്ല. പെറ്റീഷൻ ഉമ്മക്കയുടെ കയ്യിൽ കിട്ടി. ഉമ്മക്ക എന്നെ വിളിച്ച് ചോദിച്ചു, അതിങ്ങനെയാണ് ചോദിച്ചത്. നിനക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ ഒരാളെ കുറിച്ച് ആക്ഷേപിച്ചെഴുതാൻ? അങ്ങേരാര്, നീ ആര്? നിന്നെ അങ്ങേർക്ക് ഇവിടെ നിന്ന് പറത്താൻ കഴിയും, സിനിമയൊന്നും ഔട്ടായി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ലളിത തിരിച്ചു പറഞ്ഞു, അങ്ങേരെന്ത് വേണേ ചെയ്തോട്ടെ. മാത്രമല്ല ഉമ്മക്ക പക്ഷത്തിന്റെ പ്രസിഡന്റാണെന്ന് ഓർക്കണം. അതുകൊണ്ട് ഉമ്മക്ക എന്നോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? അങ്ങേരുടെ ആളായി സംസാരിക്കരുത്. അതോടെ അങ്ങേരുടെ കഷ്ടകാലവും തുടങ്ങിയെന്ന് പറയാം. എന്നാലും ബിഷപ്പല്ല് പറഞ്ഞില്ല ആയിരുന്നു അടൂർ ബാസിയിലെ. ഫർണിച്ചറൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു, അസീംബായിയുടെ. അവരുടെ ഒരു പടം ബാനർ ഞാൻ മറന്നു. ഞാൻ അതിൽ അഭിനയിച്ചിരുന്നു. അപ്പുറത്ത് മറ്റൊരു പടത്തിൽ എന്നെ കരാർ ചെയ്തിരുന്നതാണ്. വിജയശ്രീക്കൊക്കെ ഇതറിയാം. ഞാനാണ് കൂട്ടുകാരിയായി അഭിനയിക്കുന്നതെന്ന്. അതിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഞാൻ അതിലുണ്ട്. ഭരണി സ്റ്റുഡിയോയിലായിരുന്നു. ഞാനൊരു വെള്ള സാരിയും വെള്ള ബ്ലൗസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ദൈവഭക്തയായ ഒരു സ്ത്രീയുടെ കഥയാണ്. അവിടെ പരമ്പരയായി ഒരു സ്ത്രീ പൂജാരിയായിരിക്കും. മധുസാറും ആ പടത്തിലുണ്ട്. മധുസാർ അതിൽ ഭയങ്കര നിരീശ്വരവാദിയാണ്. ഭാരതിയാണ് എന്റെ അനിയത്തി, ജയഭാരതി. രവികുമാർ എന്നൊരു നടനുണ്ടായിരുന്നല്ലോ, രവികുമാറിന്റെ അച്ഛനാണ് അതിന്റെ നിർമ്മാതാവ്. പടത്തിന്റെ പേര് ദിവ്യദർശനം. അതിന്റെ ഷൂട്ടിംഗ് അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിജയശ്രീ ഓടി വന്ന് ചോദിച്ചു, നീ എന്താ അഭിനയിക്കാൻ വരാത്തത്? ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ടല്ലോ. എന്നാൽ ശ്രീലത വന്നിട്ടുണ്ടല്ലോ നിനക്ക് പകരമായി. അവൾ ഏത് കാലടി ശ്രീലത നമ്പൂതിരി. അങ്ങനെ പലതും അങ്ങനെ ഇവരെ പിന്നെ മാറ്റി വേറെ ആൾക്കാക്കി. കാരണം അടൂർ ബാസിയുടെ ഇടപെടൽ. ഒരു പടത്തിൽ എന്നെ അഭിനയിക്കാൻ വിളിക്കുകയാണെങ്കിൽ കൂടെ ആരാണെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കാറില്ല, ഇപ്പോൾ പോലും. അന്ന് ശ്രീലതയും അതുപോലെയായിരുന്നു. അത് കഴിഞ്ഞ് എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ബാസി അടങ്ങിയത്. കാരണം ഭരതനെയാണല്ലോ കല്യാണം കഴിച്ചത്. ഞങ്ങൾ പിന്നീട് ഒരിക്കൽ അടൂർ ബാസിക്ക് വീട്ടിൽ ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നു. എന്റെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഒന്നായതിനു ശേഷം. ഭരതേട്ടന്റെ ഓർമ്മയ്ക്കായി ബാസി ഓർമ്മയ്ക്കായി എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് അതിൽ ബാസി അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്തൊക്കെ എന്നെ ഭയങ്കര ബഹുമാനമായിരുന്നു. എന്നോട് പറഞ്ഞു, KPSC ലളിത എന്ന് പേരെഴുതിയ ഒരു കടലാസ് നിലത്ത് കിടന്നാൽ പോലും ഞാൻ അതിൽ ചവിട്ടത്തില്ല. അത്രയ്ക്ക് ബഹുമാനമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. ഞാനത് എടുത്തു മാറ്റി വെച്ചേ പോകും. കാരണം ഒതുങ്ങി. ബാസി അവസാന കാലത്ത് സുഖമില്ലാതെ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞാനും പോയിരുന്നു കാണാൻ. 2 തവണ പോയി. ഒരിക്കൽ മാമ്പലത്തൊരു ആശുപത്രിയിൽ. അന്ന് അസുഖമൊക്കെ മാറി പുറത്തു വന്നു. അത് കഴിഞ്ഞ് പിന്നെ കാണാൻ പോയത് ദേവകി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴാണ്. എന്നെ കണ്ടപ്പോൾ ഭയങ്കര വെപ്രാളം. എന്നാലും എടുത്ത വായിലേ ചോദിച്ചു, എന്തിനാ വന്നത്? അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അടൂർ ബാസി മരിച്ചു. അടൂർ ബാസി ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് പങ്കുവെക്കുന്നതിൽ ഞാൻ കൂടുതൽ കമന്റ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു എന്ന് രേഖയായി അവരുടെ ആത്മകഥയിലെ അറിയപ്പെടാത്ത അടൂർ ബാസി എന്ന് കഥ ഇതുവരെ എന്ന ആത്മകഥയിലെ അറിയപ്പെടാത്ത അടൂർ ബാസി എന്ന അധ്യായത്തിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നെ പിന്നെ ഇവനാണോ അതൊക്കെ കണ്ട ആളാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ, ഇവൻ വെറുതെ നുണ പറയുകയാണ്, പിന്നെ റീച്ച് കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കള്ളം പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുകയാണെന്നൊക്കെ പറഞ്ഞ എല്ലാ ചേട്ടന്മാരോടും ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്